ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീഷ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് കാണാം. അപ്പോൾ ഇതാ സമയം 5:30 ആവാനായിട്ടുണ്ട്. 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാണ് മോനുണർന്നപ്പോൾ പിന്നെയും ഉറക്കേണ്ടി വന്നു. രാവിലെ പക്ഷികളുടെ ശബ്ദം, അമ്പലത്തിൽ നിന്നുള്ള പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇനി നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. ഫ്രഷായി വരട്ടെ, അല്ലെങ്കിൽ ലേറ്റാവും. ഇപ്പം തന്നെ 5:30 5 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി അലറാനൊക്കെ വെച്ചതാണ്. മോനുണർന്നതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഫ്രഷായി ഒക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഹായ്. പത്തിരിയാണ് ചായക്ക് കടി. അപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച പണി തന്നെയാണ്. കുറച്ച് ലേറ്റായിട്ടും ഉണ്ട്, മോൻ എഴുന്നേറ്റുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശുഭേണ്ണെത്തി. അപ്പോഴേക്കും നമ്മുടെ പത്തിരിയൊക്കെ കുഴക്കലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദ്യ വീണ്ടും കരയുണ്ട്. അപ്പോൾ ഞാൻ പോയി എടുത്തതൊന്നുമില്ല. അപ്പോഴേക്കും ശുഭേട്ടൻ വന്നപ്പോൾ പിന്നെ അവർ പോയി എടുത്തു. പിന്നെ അതിൻ്റെ വാശിയിലിരിക്കുന്നു അവൻ എന്നോട് മിണ്ടാതെ. ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് മറുപടി ഒന്നും തരാതെ മിണ്ടാതിരിക്കുകയൊക്കെ ആയിരുന്നു. ചിരിക്കുന്നുണ്ടായിരുന്നില്ല. ഉമ്മ ചോദിച്ചിട്ട് തന്നില്ല. അങ്ങനെ വാശി പിടിച്ച് കുറച്ച് നേരം ഇരുന്ന് പിന്നെയൊക്കെ പതുക്കെ റെഡിയായി. പിന്നെ കറി ശുഭേട്ടനാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് കുറച്ചൊക്കെ പെട്ടെന്ന് റെഡിയായി. കറി റെഡിയായിക്ക് തന്നെ ശുഭേട്ടൻ പിന്നെ പരത്തി വെച്ച പത്തിരി ചുട്ട് അവർക്ക് കുടിക്കാനുള്ളതായപ്പോൾ പിന്നെ അവർ കുടിക്കാൻ വേണ്ടിയിരുന്നു. ബാക്കി പിന്നെ അമ്മയാണ് ചുട്ടിട്ടുള്ളത്. ഇല്ലേ ദേശീയ
രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ഉച്ചയ്ക്കുള്ളതാണ് തയ്യാറാക്കാൻ നിൽക്കുന്നത്. അതിന് വേണ്ടി പുറത്തടുപ്പത്താണ് കത്തിച്ചിട്ടുള്ളത്. ഒരടുപ്പത്ത് ചോറിനും വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് കറിയും വെച്ചു. അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറും സാമ്പാറാണ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ കൂന്തൽ റോസ്റ്റും. സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം എന്തായാലും പിറ്റേ ദിവസം നമുക്ക് ഇഡ്ഡലിയോ ദോശയോ നിർബന്ധമാണ്. അപ്പോൾ അതിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അബി അല്ലും കൂടിയും പോയാണ്ട് കുറച്ച് ചെമ്പരത്തി പൂവ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെത് തയ്യാറാക്കുകയാണ്. ചെമ്പരത്തി ജ്യൂസൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. അലക്കാനും കുളിക്കാനൊക്കെ വേണ്ടി പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ചെമ്പരത്തി ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അരിച്ചെടുത്തു. ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാമെന്ന് കരുതി. അതിനുശേഷം വേഗം ലൈവിൽ കയറി കുറേ ടൈം അങ്ങനെ ഇരുന്നു. പിന്നെ വൈകുന്നേരം ശുഭേട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സും പരിപ്പ് വടയൊക്കെ കൊടുന്നിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.